ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് കാണിക്കാൻ പോവാണ്. ഒത്തിരി ഒന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിലുള്ള ഇയറിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയറിങ്സ് എന്ന് പറയുന്നത്. വീക്ക്നെസ്സാണ്. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഞാൻ കോളേജിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും സൈഡിൽ ബംഗാളി ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുമല്ലോ. സോ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര ക്രേസാണ് ഗൈസ്. കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നും. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ 40 രൂപ 50 രൂപ മുടക്കി ഞാനത് വാങ്ങിച്ചിരിക്കും. വണ്ടിക്കൂലിയുടെ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ആ സാധനം വാങ്ങിച്ചിരിക്കും. എനിക്കത് എനിക്കത് പിന്നെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അത്രയും വീക്ക്നെസ്സാണ് ഇയറിങ്സ് എന്ന് പറയുന്നത്. എനിക്ക് മാത്രമല്ല, എല്ലാ ഗേൾസിനും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. സോ ഞാൻ എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് കാണിച്ചു തരാം. ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഇത്രയും ഇയറിങ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ അടിയിലോട്ട് കിടക്കുന്നതിന് ഞാനിപ്പോൾ മൈൻഡ് പോലും ചെയ്യാറില്ല. പക്ഷെ ഞാൻ അതിനെല്ലാം ഇനി കുത്തി ഇളക്കാൻ പോവാണ്. എല്ലാം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് വൺസ് അഗെയിൻ. സോ ഗൈസ്, ആദ്യത്തെ കമ്മൽ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യാം. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു 10 എണ്ണം. ഓക്കെ, സോ ഇതിൽ 10 എണ്ണം കാണിക്കാം, അടുത്തതിൽ 10 എണ്ണം കാണിക്കാം. ഓക്കെ, സോ ടോട്ടൽ 20 ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കാണിച്ചു തരാം എന്തായാലും. സോ ഇതിൽ 10 എണ്ണം. ആദ്യത്തെ കമ്മൽ വരുന്നത് ഗൈസ് ഇങ്ങനത്തെയാണ്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാനറിയില്ല. എന്തായാലും ഇത് സ്റ്റോണാണ്. ഒരു പിങ്ക്, ഭയങ്കര ബേബി പിങ്ക് കളറിലുള്ള സ്റ്റോണാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, മീൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മൽ വാങ്ങിക്കണം എന്നുള്ളത്. സോ ഇത് ഞാൻ ബംഗാളി ചേട്ടൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്ത് ഗൈസ്. വാവ് വാവ്. സോ അതും ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഐ ലവ് ദിസ്. ഞാനിത് ഇതുവരെ ഇട്ടിട്ടില്ല, എങ്ങും ഇട്ടുകൊണ്ട് പോയിട്ടില്ല, ട്രൈ പോലും ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഞാൻ ഇതേപോലെ അങ്ങ് വെച്ചേക്കായിരുന്നു, ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ട്രഡീഷണൽ വെയർ ഇടാത്തത് കൊണ്ട് തന്നെ കമ്മൽ അങ്ങനെ അധികം ഇടുന്നില്ല. ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കുന്നത്, എനിക്ക് ഇടാൻ തന്നെയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ വാങ്ങിക്കണമല്ലോ, അതാണ് ഒരു ഇത്. ഗൈസ്, അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഇങ്ങനെ മിറർ വെച്ചിട്ടുള്ളതാണ്. ഇതും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങിക്കണം എന്നുള്ളത്. കുറേ നാളായി ഞാൻ ഈ കമ്മൽ ക്രേസ് തുടങ്ങിയ സമയത്തെന്തോ വാങ്ങിച്ച കമ്മലാണ്. ഞാൻ ഒരുപാട് സമയം ഇട്ടതും ഈ കമ്മലാണ്. ബിക്കോസ് ഇത് എല്ലാത്തിൻ്റെ കൂടെ മാച്ച് ആവും ഗൈസ്. ഒരു രക്ഷയില്ലാത്ത കമ്മലാണ് കേട്ടോ. ഇത് ഇടുമ്പോൾ നമ്മുടെ ലുക്കേ മാറിപ്പോകും, നമ്മുടെ ഫേസേ മാറിപ്പോകും. സോ അങ്ങനത്തെ ഭയങ്കര സാരിയുടെ കൂടെയും പിന്നെ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ഭയങ്കര ലുക്ക് തരുന്നത് നല്ല കിടിലം സാധനമാണ് ഗൈസ് ഈ കമ്മൽ. എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കമൻസാണ്. ഹൗ ഇസ് ദിസ്, സൂപ്പർ അല്ലേ? അടുത്ത കമ്മൽ വരുന്നത് ഇതിൻ്റെ ഇങ്ങനത്തെ നെറ്റിപ്പട്ടം പോലെ ഇരിക്കുന്ന ഒരു കമ്മലാണ് ഗൈസ്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി വാങ്ങിച്ചതാണ്. ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ സാരിയുടെ കൂടെയൊക്കെ, കോട്ടൺ സാരിയുടെ കൂടെയൊക്കെ ഇത് മാച്ച് ആവുമേ. പട്ടി ഷോ ഗൈസ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത കമ്മൽ കാണിച്ചു തരാം. അടുത്ത കമ്മൽ വരുന്നതും ഇങ്ങനെ ആനയുടെ മൂട്ടിൽ ആനപ്പട്ടം കണ്ട. ഇത് മറ്റേ ഹുക്കാണ്. ഇതെല്ലാം ഞാൻ ബംഗാളി ചേട്ടന്മാരിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഗൈസ്. അതാകുമ്പോൾ 40 രൂപയ്ക്ക് കിട്ടും നമുക്ക് സാധനം. നല്ല കളക്ഷൻസും ഉണ്ട് അവരുടെ കയ്യിൽ. സൂപ്പർ അല്ലേ? അടുത്തത് ഇങ്ങനെ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കമ്മലാണ്. അയ്യോ പൊട്ടി. ഇടയ്ക്കുള്ള കുറച്ച് കല്ലൊക്കെ ഇളകിപ്പോയി, അറിയത്തില്ല. പക്ഷെ കുറച്ച് കല്ല് ഇളകിപ്പോയി സീനിൽ, അറിയത്തില്ല. ഓക്കെ, ഇത് വന്നിട്ട് ഇത് ഫസ്റ്റ് വാങ്ങിച്ച് ഞാൻ ഇടാൻ പോയപ്പം ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. സാധനം ഇങ്ങനെ, ഇതിൻ്റെ ഈ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് മുകളിലോട്ടിരിക്കുന്നുണ്ട്.
ഈ റൗണ്ട് വന്നിട്ട് ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കാതിൽ കയറ്റും എന്നുള്ള കാര്യം, ഇത് നമ്മളിങ്ങനെ തിരിക്കണം. കമ്മൽ തിരിച്ചിട്ട് ഇങ്ങനെ കയറ്റണം. എവിടെ? ഓക്കെ, കയറ്റിയിട്ട് കമ്മൽ കറക്കണം. അയ്യോ, കമ്മൽ കറക്കണം. എന്നിട്ട് ആ ഉണ്ട സാരത്തിലിടണം. ഇതൊക്കെ എങ്ങനെയാണ് പറയണതെന്ന് പോലും, ആ വട്ടത്തിലിടണം. നമുക്കിടാൻ പറ്റും. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബലമായ ഒരു സംശയമുണ്ട്, ആവാനാണ് ചാൻസ്. ഇനിവേ കമ്മൽ സൂപ്പറാണ് കേട്ടോ. ഇത് നമുക്ക് ട്രഡീഷണലിൻ്റെ കൂടെ ഇടാം, അതുപോലെ വെസ്റ്റേണിൻ്റെ കൂടെ ഇടാം. സോ അങ്ങനെ ഒരു കമ്മലാണ്. ഒരു മുതുക്ക് കമ്മലാണ് ഗൈസ്, ഒരു മുതുക്ക് കമ്മൽ. വലുതാണ്. സാരിയുടെ കൂടെയൊക്കെ നൈസ് ലുക്കാണ് കേട്ടോ. കണ്ടോ? വാവ്. അതും എൻ്റെത് എന്താണ്, ശരീരത്തിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മുഖം ചെറുതാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ കമ്മൽ എനിക്ക് നല്ല മാച്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കമ്മൽ, ഇറ്റ്സ് സൂപ്പർ. അടുത്ത കമ്മൽ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അല്ല, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ്, വെസ്റ്റേണിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ കമ്മലാട്ടോ. ഒട്ടും എന്താണ് വെയിറ്റ് ഇല്ല. അതിങ്ങനെ കണ്ടോ, ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര ലൈറ്റ്. ഓക്കെ, നമുക്കിത് ഇട്ട് നോക്കാം. ബീച്ച് വെയർ, പാർട്ടി വെയറിൻ്റെ കൂടെ ചേരും. ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ഇടാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ഇതിൻ്റെ കൂടെയാണെന്നൊന്നുമില്ല. കാണുന്നതൊക്കെ വാരി ഇടാറുണ്ട്. ഇഷ്ടമാണോ ഇടും, അത്രേ ഉള്ളൂ. സോ ലൈറ്റായിട്ടുള്ള നല്ല സൂപ്പർ കമ്മൽ. ഇതാണ് എൻ്റെ അടുത്ത കമ്മൽ. ഓക്കെ, അടുത്ത കാണിച്ചത്. ഇത് കുറച്ച് പഴയ കമ്മലാണ്, കുറച്ച് ആളായി വാങ്ങിച്ചിട്ട്. അതാണ് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങി. പക്ഷെ ആ കളർ പോയത് ഇതിനൊരു നൈസ് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വന്നിട്ട് നടുക്കൊരു ജിമിക്കി. ഓക്കെ, അടുത്ത കമ്മൽ ഗൈസ് കുറച്ച് നീളമുള്ള കമ്മലാണ്. ഇങ്ങനെ ഒരു എൻ്റെ ഒരു മുട്ടി ഇതിനകത്ത്. ഓക്കെ, നീളമുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇങ്ങനൊരു ഷേപ്പ് വന്നിട്ട് ഇത് അടിയിലൊരു കുഞ്ഞു ചുമക്കി, നല്ല ലെങ്തിയാണേ. ഇതാ കേട്ടോ, ഇത്രയും നീളമുണ്ട്. സാരിയുടെ കൂടെ ഇത് സൂപ്പറാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്. കോട്ടൺ സാരിയുടെ കൂടെയൊക്കെ ഇത് വൈബാണ്. ഗൈസ്, അടുത്ത നമ്മുടെ കമ്മൽ എന്ന് പറയുന്നത് ഇതുപോലെ വട്ടം റൗണ്ട് ഷേപ്പിന് വന്നിട്ട് താഴെ കുറച്ച് മണികളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമൊക്കെ വാങ്ങിച്ച കമ്മലാണ്. ഇത് കുറേ നാളായി. ഈ കമ്മൽ വാങ്ങിച്ച് തുടങ്ങിയ ടൈമിൽ വാങ്ങിച്ചൊരു കമ്മലാണ്. ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ് കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. ഇതൊക്കെ നമ്മുടെ കാതിൽ കിടക്കുമ്പോൾ കാണുന്നവർക്ക് വിചാരിക്കും കാതിപ്പോൾ തൂങ്ങി താറേ വീഴും, അങ്ങനത്തെ കമ്മലാണ് ഇടുന്നതാണ്. പക്ഷെ ഇതിനൊട്ടും വെയിറ്റില്ല. ഇതൊക്കെ നിങ്ങൾക്കും കാണും, കാരണം എന്നെപ്പോലെ ക്രേസുള്ള പിള്ളേരൊക്കെ ബംഗാളി ചേട്ടന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കുന്നുണ്ട്. സോ അപ്പോൾ അതാണ് ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ബാക്കി എൻ്റെ കമ്മലുകളെന്ന് പറയുന്നത് ഫുൾ ട്രഡീഷണലാണ്. ലൈക്ക് ജുംക്കി, സാരിയുടെ കൂടെയൊക്കെ ഇടുന്ന അങ്ങനത്തെ കമ്മലുകളാണ് ഗൈസ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയി പോകും ഗൈസ്. ഓക്കെ, സോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.